പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതായത് ഞാൻ ഇന്ന് വരെ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളിലും എന്നെ അവിടെ എത്തിക്കാനായിട്ട് കുറച്ചൊരു സ്പീഡിൽ എത്തിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു മെയിൻ ഫാക്ടറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എപ്പോഴാണോ നമ്മളെന്നൊരു വ്യക്തിയിൽ അത്രയും ഒബ്സസ്ഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നേ, നോർമൽ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിനേക്കാളും നമ്മൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ അട്രാക്ട് ആവുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഐ ലിറ്ററലി എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അതായത് എന്താ പറയാ, നമ്മുടെ കംപ്ലീറ്റ് എനർജി പോകുന്നത് നമ്മളിലോട്ടാണ്. നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ എവറിഥിങ്, ലൈക്ക് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് അവർ സെൽഫ്, ലൈക്ക് വി ആർ വർക്കിംഗ് ഹാർഡ്, വി ആർ എന്താ പറയുക, നമ്മുടെ മെന്റൽ ഹെൽത്തില്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തില്, അതേപോലെ തന്നെ നമ്മൾ ഓരോ ആക്ഷൻസും നമ്മൾ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ അടുത്ത് ഒരു വാല്യൂ തോന്നുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് റെസ്പെക്ട് തോന്നുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ അഡ്മയർ ചെയ്യുന്ന ഒരു മൊമെന്റ്, ഒരു ക്യാമറയിലോട്ട് നോക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിററിലോട്ട് നോക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ഓർ ഹീ ഈസ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു നിമിഷം. ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല കേട്ടോ പറയുന്നത്, നമ്മുടെ ഇന്നർ സെൽഫ്, അതായത് നമുക്ക് ആ ഒരു റെസ്പെക്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ബ്യൂട്ടി എക്സ്പ്രസ് ആവും നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കുന്ന സമയത്ത്. ദാറ്റ് യു ആർ ഡൂയിങ് സംതിങ് great, or you're doing your best, you're trying your best to reach somewhere. So I literally admire that hard work or that discipline, like അല്ലെങ്കിൽ എന്താ പറയാ. അപ്പോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളോട് തന്നെ അത്രയും ഒബ്സസ്ഡ് ആവുന്ന ഒരു മൊമെന്റ്. ഇതിങ്ങനെ ആവാനായിട്ട് നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം അച്ചീവ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ. ടു ബി ഓണസ്റ്റ് ഞാൻ പറയുവാണ്, ദാറ്റ് ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് എങ്ങനെയാണ്, അല്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അതായത് നമ്മൾ എവിടെയെങ്കിലും എത്താനായിട്ട് അത്രയും ട്രൈ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ല, ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. ആ പ്രോസസ്സിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നുക, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നമുക്കത് തോന്നില്ലേ, ഓക്കെ യു ഡിസേർവ് ഇറ്റ്, ലൈക്ക് യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. കാരണം നമ്മൾ ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒരു 10 സെക്കൻഡ്, ഒരു 2, 3 മിനിറ്റ്, 5 മിനിറ്റ് നിങ്ങൾ കാണുന്നത്. റീൽസിനകത്ത് ഒരു 10, 30 സെക്കൻഡ്, 40 സെക്കൻഡ് നിങ്ങൾ കാണുന്നത്. അപ്പൊ മറ്റാരും കാണാത്ത സമയത്ത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്റെ ഉള്ളിൽ ആ ഒരു സെൽഫ് ലവ് കൾട്ടിവേറ്റ് ആവും. നമുക്ക് നമ്മുടെ അടുത്ത് ഒരു കൈൻഡ് ഓഫ് ഒരു വാല്യൂ, അല്ലെങ്കിൽ യു ഡിസേർവ് ബെസ്റ്റ്, ലൈക്ക് ആ ലെവലില് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം അങ്ങനെയൊക്കെ. കാരണം ഞാൻ എന്റെ ബെസ്റ്റ് ട്രൈങ് ആണ്, റിസൾട്ട് എന്തായിരിക്കും എനിക്ക് അറിയില്ല. അപ്പൊ ആ ഒരു ട്രൈ ചെയ്യണം, ബെസ്റ്റ് ഔട്ട് ഓഫ് മൈ ലിമിറ്റ് പുഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു വാല്യൂ വരും, ഒരു എന്താ പറയുക, ഒരു മതിപ്പ് എന്നൊക്കെ പറയില്ലേ, അത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ അതവരുടെ ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാ രീതിയിലും. അപ്പോ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത് ഒബ്സസ്ഡ് ആയിട്ട് നമുക്ക് അത്രയും നമ്മൾ ഇഷ്ടമാണ്, നമ്മൾ എങ്ങനെയാണോ, അതായത് മറ്റൊരു വ്യക്തി നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ സെയിം ലെവൽ, അതായത് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മേലെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുവാണെങ്കിൽ, അത്രയും ഒബ്സസ്ഡ് ആയിട്ട് യു വിൽ സീ ദാറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും, ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ ആ ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. വെറെവർ യു ഗോസ്, ലൈക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ദാറ്റ് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ആ സ്റ്റാൻഡേർഡ് ബിലോ ആയിട്ട് no one was allowed to treat me. If you meet my standard, let's go with that. Even friendship, relationship, whatever if it is outside your family. Like നിങ്ങളുടെ ഫാമിലിയിൽ ആയിക്കോട്ടെ, once you start to value yourself, once you start to love yourself to the utmost, everyone, family, friends, like everyone around you, ആ ഒരു എനർജി, ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യും. ഇനി അതല്ല നമ്മൾ എപ്പോഴും എന്താ പറയുക സെൽഫ് എസ്റ്റീം ഇല്ല, ലോ ആയിട്ടിരിക്കുവാണ്. ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമില് എങ്ങനെയായിരുന്നു എന്റെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്, സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നത്. ഇനി അതേസമയം ഞാൻ എന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഗ്രാജുവലി, അതാ പറഞ്ഞത്, നമ്മള് എപ്പോഴും നിങ്ങളൊരു ഫിലിം കാണുവാണ്, ആ ഒരു ഫിലിമിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ വാട്ടെവർ ഇഫ് ഇറ്റ് ഈസ്, അവരെപ്പോഴും ഇങ്ങനെ മടി പിടിച്ച് ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ഒരു ആക്ഷൻസും എടുക്കുന്നില്ല, ലൈഫ് എപ്പോഴും ഡിപ്രഷൻ അവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൂവി കാണാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുമോ? ചിലപ്പോൾ അങ്ങനെ ഇരിക്കാം, ബട്ട് അങ്ങനെ ഇരുന്നതിന് ശേഷം ആ ഒരു മോട്ടിവേഷൻ വരണ്ടേ, അല്ലെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ആ ഒരു ഫിലിമിൽ കൊണ്ടുപോകണ്ടേ, ഇങ്ങനെ ആയിരുന്നു ബട്ട് ഇങ്ങനെ ആയി, ആ ഒരു രീതിയിൽ പോകുമ്പോഴേ നമുക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാവുക. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും, അതായത് സിറ്റുവേഷൻസ് വരാം, എന്താ പറയുക ലോസ് വരാം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, ബട്ട് അവിടെ കെയർ ഉണ്ടേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ അയ്യോ നമുക്കൊരു കോൺഫിഡൻസ് തന്നെ ആയിരിക്കും, നമുക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ തോന്നണില്ല. ബട്ട് ഗ്രാജുവലി നമ്മൾ അവിടെ നമ്മളെ പുഷ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജ്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ്, അവിടെ നമുക്ക് എഗെയിൻ നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും ആ ഒരു ടൈമില്. സോ നമുക്ക് അങ്ങനെ നമ്മൾ അത്രയും നമ്മളുടെ ഒബ്സസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അത്രയും എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു വാല്യൂ ഉണ്ട്, ഒരു
കൈൻഡ് ഓഫ് ലവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ദ തിങ് ഇസ് നമ്മൾ കുറച്ചൊക്കെ നമ്മൾക്ക് സെൽഫ് ടോക്ക് കമ്മിയാക്കും. അതായത് നമ്മൾ എപ്പോഴും നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മൾ തന്നെയാണ്. സോ നമ്മളെ ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മൾ ഹേർട്ട് ചെയ്യാൻ നോക്കൂ, ഒരിക്കലും ഇല്ല. ഇനി അതെല്ലാം നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് പരാതി പറയുന്ന ഒരാളാണോ, അയ്യോ എനിക്ക് എന്നെ കാണാൻ രസമില്ല, ലൈക്ക് എനിക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറിച്ച് എന്നെ പരാതി പറയും, നമ്മൾ തന്നെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യും. അതായത് വെളിയിലുള്ള ആരും ആയിരിക്കില്ല നമ്മുടെ എനിമി, ഏറ്റവും വലിയ നമ്മുടെ ശത്രു നമ്മൾ തന്നെ ആയിരിക്കും. ലൈക്ക് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വെളിയിലൊരു വ്യക്തി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ? ഒരിക്കലും ഇല്ല. നോ വൺ. ഇവൻ നമ്മുടെ ഫാമിലി പോലും നല്ല ലെവലിൽ ട്രീറ്റ് ചെയ്യാനല്ല. ഇൻഡയറക്ട്ലി ആ ഒരു എനർജി അവിടെ റിഫ്ലക്ട് ആവുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ബിഗ്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം, വാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകണം, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ചുറ്റും വരണം. ഇനി അങ്ങോട്ടും ലൈഫ് ഈസ് ഇതല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇനി അങ്ങോട്ടേക്കുള്ള ആ ഒരു ജേർണിയിലായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റും വരുന്ന ആൾക്കാർ, ഇപ്പൊ ഓഫീസിലാവാം, വീട്ടിലാവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, വട്ട് എവർ ഫീൽസ്, എവിടെ ആയിക്കോട്ടെ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയുള്ള ആൾക്കാർ സറൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു ചേഞ്ച് ദാറ്റ്. നിങ്ങൾ ആ ഒരു മറ്റുള്ളവരിനെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നിങ്ങളെ കാണാൻ തുടങ്ങണം, നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങണം, നിങ്ങളെ വാല്യൂ ചെയ്യാൻ തുടങ്ങണം, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങണം, ഡിസിപ്ലിൻ ആവാൻ തുടങ്ങണം. അതായത് നിങ്ങളുടെ ഗോൾസിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ ഔട്ട് ഓഫ് ലിമിറ്റ് നിങ്ങളെ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്കും ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്ത ടൈം ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ടു പുഷ് മൈ ലിമിറ്റ് ദാറ്റ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് ബെറ്റർ ആയിട്ട് ലൈഫ് കൊടുക്കാൻ പറ്റും, വേറൊരാൾ എനിക്ക് തരുമോ ഇല്ലയോ, ദാറ്റ് ഡസന്റ് മാറ്റർ, ദാറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാണോ എന്റെ കാലിൽ നിന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അച്ചീവ് ചെയ്തിട്ടല്ല ഞാൻ ഈ പറയണത് ദാറ്റ് ഐ എം ഫീലിംഗ് വെരി ഗുഡ് അബൌട്ട് മൈ സെൽഫ്. നോ, ആ ഒരു ഔട്ട് ഓഫ് ലിമിറ്റ് പുഷ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ പ്രോസസ്സിൽ നമുക്ക് നമ്മളോട് കുറച്ചും കൂടി വി ഫീൽ ബെറ്റർ വിത്ത് അവർ സെൽഫ്. അതായത് നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ആദ്യം കറക്റ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുമായിട്ടുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരായിട്ടോ പാർട്ട്ണറായിട്ടോ. ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളുമായിട്ടാണ്. അതിന്റെ ഒരു സ്വരച്ചേർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ വെളിയിൽ ഒന്നും അതിലൂടെ കയറാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമുക്ക് നമ്മുടെ സോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേർത്ത് പിടിക്കാൻ പറ്റും. നമ്മുടെ തന്നെ സ്റ്റേബിൾ അല്ല, ഇങ്ങനെയൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ബാക്കി ഒന്നിനെയും നമുക്ക് കൂടെ നിർത്താൻ പറ്റത്തില്ല, ഒരു റിലേഷൻഷിപ്സിനെയും ഒരു കാര്യങ്ങളിലെയും. സോ ഈ ഒരു കാര്യം എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈംസിൽ, ദാറ്റ് വട്ട് എവർ ഐ അച്ചീവ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.